അയ്യോ ഇതെങ്ങനെ ഓടിക്കും, കാരണം ഇതിനകത്ത് ഈ ഗിയർ എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ റോഡ് ബൈ ഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാനുവൽ ആയിട്ടുള്ള കാറ് എങ്ങനെയാണ് ഓടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര പാടാണല്ലേ. കാരണം ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു കാർ ഓടിച്ച് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. കാരണം കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, അതിനിടയ്ക്ക് സ്റ്റിയറിംഗ് നേരെ പിടിക്കണം, ക്ലച്ച് ചവിട്ടണം, ബ്രേക്ക് ചവിട്ടണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലാണ് ഈ ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ആദ്യമായിട്ടൊരു വാഹനം ഓടിക്കാൻ പഠിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു മാനുവൽ ആയിട്ടുള്ളൊരു കാറ് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓടിക്കാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ബൈ ഷോ എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ധാരാളം വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നല്ല മികച്ച റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ചിലർ എന്നോട് കമൻസിൽ പറയുകയുണ്ടായി, ഒരു മാനുവൽ ആയിട്ടുള്ള കാർ അല്ലെങ്കിൽ പുതുതായിട്ട് കാർ ഓടിക്കാൻ പറ്റുന്നവർക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഒരു കാറ് മാനുവൽ ആയിട്ടൊരു കാർ ഓടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ആദ്യമായിട്ട് ഓടിക്കുക, അതായത് നമ്മൾ സൈക്കിളിൽ ചവിട്ടാൻ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീന്തൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയാണ് കാറിൻ്റെ കാര്യം. കാർ ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം അയ്യോ ഇതെങ്ങനെ ഓടിക്കും, കാരണം ഇതിനകത്ത് ഈ ഗിയർ എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡിൻ്റെ വീതി എങ്ങനെ ഇളക്കും, ആൾക്കാർ വന്ന് ഇടിക്കുമോ, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിൽ ആൾക്കാർ കാർ ഓടിക്കാൻ ഭയങ്കര മടിയാണ് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളൊരു കാർ ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് അതിൻ്റെ ലോജിക്ക് എന്താണ് നമ്മൾ പഠിക്കണം. അതായത് ഈ കാറിൻ്റെ ഒരു യന്ത്രങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരു കാറിന് നമ്മൾ ഒരു മാനുവൽ ആയിട്ടുള്ളൊരു കാറാണ് നമ്മൾ ഓടിക്കാൻ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാറിൻ്റെ എഞ്ചിൻ എന്താണെന്നും അതിൻ്റെ ക്ലച്ച് എന്താണെന്നും ഗിയർ ബോക്സ് എന്താണെന്നും ഈ മൂന്ന് സംവിധാനങ്ങൾ എന്താണെന്നും ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ കാറിൻ്റെ ഒരു മെയിൻ അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിൻ്റെ മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിൻ നമ്മൾ കീ ഇട്ട് തിരിച്ച് ഓണാക്കി എടുക്കുമ്പോൾ എഞ്ചിൻ ഒരു പ്രത്യേക ഒരു വേഗത്തിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് എഞ്ചിൻ കൂടുതൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ആ എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ആ ഔട്ട്പുട്ടിനെ നമ്മൾ നേരെ എടുത്ത് നമ്മൾ ഗിയർ ബോക്സിലേക്ക് കൊടുക്കും, ഗിയർ ബോക്സിൽ നിന്ന് ടയറിലേക്ക് കൊടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, അപ്പോൾ പിന്നെ എന്നാൽ ഈ ഗിയർ ബോക്സ് ഇല്ലാതെ എന്തുകൊണ്ട് നമുക്ക് ഈ വാഹനങ്ങൾ ഇറക്കിക്കൂടാ? അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഗിയർ ബോക്സ് ഇല്ലെങ്കിൽ പിന്നെ ഈ ക്ലച്ച് ഒന്നും ചവിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓൺ ആക്കിയിട്ട് അതിന് നേരെ അതിൻ്റെ ഡ്രൈവ്, അതായത് എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നേരെ ടയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയാനകമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുന്നു, നിങ്ങൾ താക്കോലിരിക്കുന്നു, വണ്ടി ജെറ്റ് പോലെ പോകുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓൺ ആയതും എഞ്ചിൻ്റെ അതേ സ്പീഡിൽ ടയറും കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണും. നമുക്ക് നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ നമ്മളൊന്ന് ബ്രേക്ക് ചവിട്ടുന്നതിന് മുമ്പ് തന്നെ വണ്ടി ഒരു കുറേ ദൂരം താണ്ടി കഴിയും, ചിലപ്പോൾ ഒരു മതിലിടിച്ച് ഇരിക്കാൻ നിർത്തുന്നു. അപ്പം എഞ്ചിൻ എന്നുള്ള ട്രാൻസ്മിഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടയറിലേക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയാൽ ഒരു സിനാരിയോ എങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഒരു സിസ്റ്റം കൊണ്ടുവരണം. അതായത് എഞ്ചിൻ ഓൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഒരു പവർ വാഹനത്തിൻ്റെ ടയറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. അതിനാണ് നമ്മൾ ഈ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എഞ്ചിൻ കറങ്ങുന്നത് ഒരു നല്ല വേഗത്തിലായിരിക്കും കറങ്ങുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ RPM, അതായത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് RPM എന്ന് പറയുന്നത്. അപ്പോൾ ആ RPM കൂടുന്നതിനനുസരിച്ച് എഞ്ചിൻ വളരെ വേഗത്തിലായിരിക്കും. എഞ്ചിൻ വേഗത്തിൽ കറങ്ങുന്നതനുസരിച്ചാണ് RPM കൂടുന്നത് പറഞ്ഞത്. അപ്പോൾ ചില വണ്ടി എന്നൊക്കെ 3000-4000 RPM, ഒരു മിനിറ്റിൽ 4000 പ്രാവശ്യമൊക്കെ കറങ്ങുമ്പോഴത്തേനും അതേ ഫോഴ്സ് നമ്മൾ ടയറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വേഗത്തിലായിരിക്കും വണ്ടി കറങ്ങുക, അല്ല നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നിന്ന് കിടക്കുന്നൊരു വണ്ടി, അതായത് 0 സ്പീഡിൽ കിടക്കുന്ന ഒരു വണ്ടിയുടെ ടയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിൻ ഓണായിട്ട് പവർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന പോലെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് അത്രയും ഈ ഒരു എഞ്ചിനകത്ത് നിന്ന് ടയറിലേക്ക്, അത് അനങ്ങാതെ കിടക്കുന്ന ടയറിലേക്ക് വരുമ്പോൾ ട്രാൻസ്മിഷൻ പെട്ടെന്ന് ഇത്രയും വെയിറ്റുള്ള വാഹനത്തിനെ ചലിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം വാഹനം ഒന്ന് പകുതി ഓടി തുടങ്ങി പവർ കൊടുക്കുമ്പോഴാണ് വാഹനം കറക്റ്റായിട്ട് കയറി പോകുന്നത്. അപ്പോൾ അതിലൊരു മോഡറേറ്റ് രീതിയിൽ വേണം അത് കയറി വരേണ്ടത്. അപ്പം നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനിൽ നിന്ന് പവർ കൊടുക്കാണ്ട് പറ്റില്ല. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഗിയർ ബോക്സ് ആരാണ്? നമ്മുടെ സുഹൃത്തുക്കളാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ പൽചക്രങ്ങളുണ്ട്. ശരിക്കും എഞ്ചിൻ ഒരു പ്രത്യേകത വേഗതയിലാണ് എഞ്ചിൻ കറങ്ങുന്നത്.
അപ്പോൾ എഞ്ചിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരെ ഗിയർ ബോക്സിലേക്ക് വരുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ കുറച്ച് വേഗതയുള്ള ഔട്ട്പുട്ടാണ്. അത് ഗിയർ ബോക്സിനകത്ത് കൊണ്ടുവന്ന് അവിടെ കുറേ സെറ്റ് പൽചക്രങ്ങളുണ്ട്. അവിടെ നിന്ന് ഈ പൽചക്രത്തിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ടാണ് ഈ ഒരു വേഗത ടയറിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൽചക്രങ്ങളായിരിക്കും വരിക. സെക്കൻഡ് എന്ന് വരുമ്പോൾ ചെറിയ പൽചക്രം, തേർഡ് അതിലും ചെറിയ പൽചക്രം, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് തൊട്ട് താഴോട്ട് വരുമ്പോൾ പൽചക്രങ്ങളുടെ സൈസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എഞ്ചിൻ്റെ ഹൈ സ്പീഡ് ഔട്ട് വരുന്ന സംഭവത്തിന് ഈ ഗിയർ ബോക്സിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം ഈ ഹയർ ഗിയർ റേഷ്യോ ആണെങ്കിൽ, വലിയ ഗിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടോർക്ക് കൂടുതലായിരിക്കും. ഈ ടോർക്കിൻ്റെ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ വരുമ്പോഴത്തേനും അതിന് ഭയങ്കര ടോർക്കായിരിക്കും. അതിൻ്റെ ഒരു ഡയമെൻഷൻ, ആ ഒരു ഗിയറിൻ്റെ ഡയമെൻഷൻ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അത് സ്പീഡ് കുറവായിരിക്കും, ടോർക്ക് കൂടുതലായിരിക്കും. പിന്നെ ഫിഫ്ത്ത് ഗിയറിലേക്ക് വരുമ്പോഴത്തേനും സ്പീഡ് കൂടുതലായിരിക്കും, ടോർക്ക് കുറവായിരിക്കും. അപ്പോൾ ഈ ടോർക്ക് നമുക്കിപ്പോൾ ഒരു നല്ലൊരു കയറ്റം കയറണം എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ലൊരു ടോർക്ക് ഉണ്ടെങ്കിൽ ഈ കയറ്റമൊക്കെ നമുക്ക് വലിഞ്ഞ് കയറി പോകാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടോർക്ക് കൊടുത്താൽ മാത്രമേ എഞ്ചിന് അല്ലെങ്കിൽ ആ ഒരു പവർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ടോർക്കിനെ കൺട്രോൾ ചെയ്യാനും സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ക്ലച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ക്ലച്ചിനാണ് ഇതിനകത്ത് മെയിൻ റോൾ എന്ന് പറയുന്നത്. ക്ലച്ച് എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സിനെയും തമ്മിൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടല്ലേ മെയ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പം ക്ലച്ച് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ്റെ ഫ്ലൈ വീലുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീൽ, അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറും ഈ ഗിയർ ബോക്സും തമ്മിൽ എന്ത് പറയുന്നത്, രണ്ട് പ്ലേറ്റുകളാണ്, അത് തമ്മിൽ ഇങ്ങനെ വികർഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഇത് മുട്ടിയിരിക്കുന്ന സാധനം ഇത് വികർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിൻ നമ്മൾ ഓണായി കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലൈ വീൽ വളരെ ഫാസ്റ്റായിട്ട് കറക്കും. അതേപോലെ തന്നെ ഈ ക്ലച്ച് പ്ലേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു പ്രത്യേക വേഗത്തിലായിരിക്കും കറങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു ബന്ധമില്ലാതെയായിരിക്കും ഗിയർ ബോക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഗിയർ എൻഗേജ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫ്ലൈ വീലും ഈ ഗിയർ ബോക്സും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാൻ വിചാരിക്കുന്നത്. ഒരുപാട് നിങ്ങൾക്ക് ടെൻഷനൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയർ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൈ വീൽ ഓൾറെഡി എഞ്ചിൻ്റെ ഔട്ട് വരുന്ന അത് ഫ്ലൈ വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ വീലിലേക്ക് നമ്മൾ ഗിയർ ബോക്സിൻ്റെ മെക്കാനിസത്തിനെ നമ്മൾ ചേർക്കുന്നത് ക്ലച്ച് വഴിയാണ്. അപ്പോൾ ഈ ക്ലച്ച് എൻഗേജ് ആകുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ക്ലച്ച് വികർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ക്ലച്ച് ചവിട്ടി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി ഇടുമ്പോഴത്തേന് അത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഈ ക്ലച്ച് വീണ്ടും എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ഈ വണ്ടി വാഹനം ഓടാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഫസ്റ്റ് ഗിയറിന് കുറച്ച് റേഷ്യോ ഭയങ്കര ഒരു വലിയ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് സ്പീഡ് കുറവായിരിക്കും, പക്ഷേ ഹൈ ടോർക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഫസ്റ്റ് ഗിയറിലിട്ടാൽ മാത്രമേ വലിയ കയറ്റം നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് അതാണ്. ഫിഫ്ത്ത് ഗിയറിലിട്ടുകൊണ്ട് നമുക്ക് കയറ്റം കയറാൻ വലിയ പാടായിരിക്കും, കാരണം അതിന് സ്പീഡ് കൂടുതലാണ്, പക്ഷേ നമുക്ക് ടോർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതേ ഉള്ളൂ ബേസിക് ആയിട്ടൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഗിയറുകളും ഓടിക്കേണ്ടതായിട്ടുള്ള ഒരു റേഷ്യോ ഉണ്ട്. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ 0 to ഒരു 15 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഓടിക്കേണ്ടി പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ എത്ര വേഗത്തിൽ കറങ്ങിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കറങ്ങുന്നതിനൊരു സ്പീഡുണ്ട്. അപ്പോൾ എഞ്ചിൻ കൂടുതൽ ഇരച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് ഗിയർ നമ്മൾ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഗിയറിലേക്ക് മാറണം. സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ വരെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ തേർഡിലേക്ക് മാറണം. അങ്ങനെ 50 കിലോമീറ്റർ സ്പീഡ് എത്തുമ്പോഴാണ് നമുക്ക് അഞ്ചാമത്തെ ഗിയറിലേക്ക് മാറാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് നിങ്ങൾ ഓർത്ത് നോക്കുക. ഈ ഗിയറുകൾ തമ്മിലുള്ള റേഷ്യോ അത് ഓരോ വാഹനത്തിനും ഡിഫറൻ്റ് ആയിരിക്കും. എന്നാലും പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാടനുസരിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കൂടുതൽ ആക്സിലറേറ്റർ കൊടുത്തിട്ട് വണ്ടി ഇരച്ച് നിൽക്കുന്നതല്ലാതെ ടയറുകൾക്ക് അത്ര സ്പീഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഗിയർ റേഷ്യോയിലല്ലെന്നുള്ളതാണ്. ഇനി നമുക്ക് വാഹനത്തിനകത്തേക്ക് നമുക്ക് പോയി നോക്കാം, എങ്ങനെയാണ് ഒരു വാഹനത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കത് എങ്ങനെ ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യമേ നമുക്ക് വണ്ടിയുടെ കൺട്രോൾസ് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്മൾ ഇതിനെ ABC എന്നാണ് പറയുന്നത്, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അപ്പം ആക്സിലേറ്റർ എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാമല്ലേ? നിങ്ങൾ കളിയാക്കുന്നതായിട്ട് നിങ്ങൾ തോന്നില്ല, വാഹനം ഓടിക്കുന്നവർ ക്ഷമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആക്സിലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനും വാഹനം നിർത്താനും വേണ്ടിയാണ്. ക്ലച്ച് എന്ന് പറയുന്ന സംവിധാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഈ പറയുന്ന എഞ്ചിനും ഈ പറയുന്ന ഗിയർ ബോക്സും ടയറുകളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. അതൊരു കറക്റ്റ് RPM, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 സംവിധാനങ്ങളാണ് ഉള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആണ്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ വാഹനത്തിൽ നമ്മൾ കയറുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കാരണം ഏതൊരു വാഹനത്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു സീറ്റിംഗ് പൊസിഷൻ വേണം. അപ്പോൾ നമ്മൾ വാഹനത്തിനകത്ത് കയറിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചാര് കൂടുതലാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ചാര് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ
ചില വാഹനങ്ങളുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റോഡിൻ്റെ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്കും ആക്സിലേറ്ററും ഈ പറയുന്ന ABC കോമ്പിനേഷൻ നമുക്ക് ചവിട്ടാനായിട്ട് പറ്റണം. ഇപ്പോൾ ഒത്തിരി ബാക്കിലോട്ട് ഇരുന്ന് നമ്മുടെ കാൽ എത്താതെ വരും, ഒത്തിരി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒത്തിരി കയറി ഇരുന്നാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സീറ്റിൻ്റെ പൊസിഷൻ കണ്ടോ, നമുക്ക് കണ്ടോ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനകത്ത് ബേസിക്കലി നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോ താത്തിട്ട് ഇവിടെ പിടിക്കുക. വാഹനത്തിൻ്റെ ഇവിടെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ കൈ കൊണ്ട് ലെഫ്റ്റ് കൈ കൊണ്ട് ഇവിടെ ലിവർ ഉണ്ട്, ആ ലിവർ നമ്മൾ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് പൊതുവെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനതൊരു എളുപ്പമുള്ളൊരു വഴി പറഞ്ഞു തന്നതാണ്. നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇടുക. പിന്നെ നമ്മുടെ കാല് കറക്റ്റായിട്ട് ക്ലച്ചിൽ ചവിട്ടാൻ പറ്റുന്നുണ്ടോ, അതേപോലെ ബ്രേക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ടോ, ആക്സിലേറ്റർ. അപ്പം ഇങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിലാണോ നമുക്ക് ഇരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പം ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ കറക്റ്റായിട്ട് ഇരിക്കുക. അതേപോലെ നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ സ്റ്റിയറിംഗ് പിടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങിലേക്ക് പോകുന്നതിനെ പറയാം. അങ്ങനെ ഒരു ആധികാരികമായിട്ടൊരു വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നോർമലി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പിടിക്കുക. പക്ഷേ ഏറ്റവും എളുപ്പകരമായിട്ടുള്ള അല്ലെങ്കിൽ ഈസിയസ്റ്റ് മെത്തേഡാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം സീറ്റിംഗ് ആദ്യം നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് നമുക്ക് പിടിക്കുക. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കൺട്രോൾസ് ഉണ്ട്. കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ എവിടെയാണ്. അത് മിക്ക വണ്ടികൾക്കും റൈറ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ മിക്കതിൻ്റെ വൈപ്പറാണ് വരുന്നത്. പക്ഷേ ഫോർഡ് പോലുള്ള ചില വണ്ടികൾക്ക് നേരെ തിരിച്ചായിരിക്കും. ഇപ്പുറത്തെ വശത്ത് ഇൻഡിക്കേറ്റർ, ഇപ്പുറത്തെ വശത്തായിരിക്കും വൈപ്പേഴ്സിൻ്റെ കാര്യം. അപ്പോൾ നമ്മളൊരു വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ വക കൺട്രോൾസ് എല്ലാം നമ്മൾ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതേപോലെ AC യുടെ കൺട്രോൾ കണ്ടുപിടിക്കുക. അപ്പം നമ്മുടെ ഡാഷ്ബോർഡൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കുക, എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടെന്ന് നോക്കുക. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരാം. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഉപയോഗം പഠിപ്പിച്ചു തരാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് വണ്ടി ഓൺ ആക്കുന്നതെന്നും എങ്ങനെയാണ് ഗിയർ ഇടുന്നതെന്നും കാണിച്ചു തരാം. നമ്മൾ പഠിക്കേണ്ട കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. നമുക്ക് കാലിലൊരു ബ്രേക്ക് ഉണ്ട്, അതുകൂടാതെ തന്നെ നമുക്കൊരു കയ്യിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക് ഉണ്ട്. അപ്പം ആ ഹാൻഡ് ബ്രേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക്, കാരണം മറ്റേത് ചവിട്ടി പിടിച്ചാലേ പറ്റുള്ളൂ. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്തൊരു ക്ലിപ്പുണ്ട്. ഓക്കെ, ഈ ക്ലിപ്പ് നമ്മൾ ഇത് കുറച്ച് മുകളിലോട്ടൊന്ന് പൊക്കി ഈ ക്ലിപ്പ് പ്രസ് ചെയ്താൽ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസാകും. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയിട്ടിരിക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വലിച്ചാൽ മതി. ഓക്കെ, ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്തതിന് ശേഷം വിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസായി. അപ്പം വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് തന്നെ വെക്കുകയാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗിയറാണ്. ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഗിയർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഗിയർ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഇതാണ് ഗിയർ നോബ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഓരോ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ മാനുവൽ കാറുകൾക്കെല്ലാം ഇതൊരു H ഷേപ്ഡ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഫസ്റ്റ്, അതിൻ്റെ താഴെ സെക്കൻഡ്, പിന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. അപ്പോൾ ഇപ്പം വാഹനം ശരിക്കും പറഞ്ഞാൽ ഈ നടുക്കത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്കും ന്യൂട്രൽ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഗിയർ നമ്മൾ മാറാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തട്ടി മുകളിലോട്ട് പ്രസ് ചെയ്താൽ ഫസ്റ്റ് ഗിയറാണ് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഗിയറിൻ്റെ പൊസിഷൻ കാണാൻ വേണ്ടിയാണ്. നമ്മൾ ഫുള്ളായിട്ടാണ് പിടിക്കേണ്ടത്, പക്ഷെ ഞാനിങ്ങനെ പിടിച്ചതേ ഉള്ളൂ. അപ്പോൾ മുകളിലോട്ട് ഫസ്റ്റ്. അതേപോലെ തന്നെ സെക്കൻഡ് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങേ അറ്റത്തേക്ക് വരണം. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ തേർഡ് എന്ന് പറയുന്നത് തിരിച്ച് നമ്മൾ കൊണ്ടുവരും, വണ്ടി ന്യൂട്രൽ പൊസിഷനിലായി. ഓക്കെ, ഇങ്ങനെ കുറച്ച് മാറ്റി ഇങ്ങനെ തേർഡ് ഇടാം. ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഫോർത്ത്, അതേപോലെ തന്നെ ഇങ്ങേ അറ്റത്ത് വന്ന് വീണ്ടും മുകളിലോട്ട് എനിക്ക് ഫിഫ്ത്ത്, അതേപോലെ തന്നെ റിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിലൊന്നും റിവേഴ്സ് നമ്മൾ ഇടാൻ പാടില്ല. കാരണം ബാക്കിയുള്ള എല്ലാ ഗിയറും ഒരേ വശത്തോട്ട് കറങ്ങുമ്പോൾ റിവേഴ്സ് ഗിയർ നേരെ തിരിച്ചാണ് കറങ്ങുന്നത്, കാരണം വാഹനം പുറകോട്ട് പോകാൻ വേണ്ടി. അപ്പം നല്ല വേഗത്തിൽ ഫിഫ്ത്ത് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നേരെ റിവേഴ്സ് ഗിയറിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? നോർമലി റിവേഴ്സ് ഗിയറിൽ എൻഗേജ്ഡ് ആകത്തില്ല, പക്ഷേ റിവേഴ്സ് ഗിയറിൽ വിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഭയങ്കര ഓടുന്ന ഒരു ടയറിനകത്തേക്ക് നമ്മളൊരു കമ്പ് കുത്തി ഇറക്കുന്ന പോലെ ആയിരിക്കും. പെട്ടെന്ന് മുഴുവൻ നമ്മുടെ ഗിയർ ബോക്സ് ഒക്കെ തവിട് പൊടി ആകുന്ന ഒരു സിസ്റ്റം വരും. പക്ഷേ നോർമലി അങ്ങനെ ഗിയർ ബോക്സ് എൻഗേജ് ചെയ്യില്ല, കറകറാന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വന്ന് നിൽക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ ഗിയറിന് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റിവേഴ്സാണ്. അപ്പം വണ്ടി നിന്നതിന് ശേഷം മാത്രമേ റിവേഴ്സ് ഗിയർ എൻഗേജ് ചെയ്യാവുള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ഇങ്ങേറ്റത്ത് ക്ലച്ച് മുഴുവൻ ചവിട്ടി പിടിക്കുക. ഫസ്റ്റ് ഇങ്ങേറ്റത്ത് മുകളിൽ, സെക്കൻഡ്, അതേപോലെ തിരിച്ച് ന്യൂട്രലിൽ കൊണ്ടുവരിക, തേർഡ്, ഫോർത്ത്, തിരിച്ച് ന്യൂട്രലിൽ കൊണ്ടുവരിക, നേരെ ഫിഫ്ത്ത്, ഫിഫ്ത്ത് റിവേഴ്സ്. ഇങ്ങനെയാണ് വാഹനങ്ങളുടെ ഗിയർ വരുന്നത്. ഇതിനകത്ത് റിവേഴ്സിൻ്റെ പൊസിഷൻ പല വണ്ടികളിലും വ്യത്യാസമാണ്. ചില വണ്ടിയിൽ ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ കിടക്കുന്നവരായിരിക്കും, അപ്പം ഇങ്ങേ അറ്റത്ത് വന്ന് മുകളിലോട്ട് പോകുക, അങ്ങനെ വരുമ്പോഴായിരിക്കും റിവേഴ്സ്. അപ്പോൾ ഈ ഗിയറിൻ്റെ നോബിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഗിയറിൻ്റെ പൊസിഷൻ എന്താണെന്ന്. ചിലതിനൊരു സേഫ്റ്റി ക്ലിപ്പ് ഉണ്ടായിരിക്കും റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ. അത് ഇങ്ങേ അറ്റത്ത് ഒരു സേഫ്റ്റി ക്ലിപ്പ് നമ്മൾ പ്രസ് ചെയ്ത് വലിച്ചാൽ ഈ എത്തിയോസ് പോലത്തെ വാഹനത്തിൽ അല്ലെങ്കിൽ ഡസ്റ്റർ പോലെ വാഹനം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വാഹനത്തിൽ ഒരു സേഫ്റ്റി ക്ലിപ്പ് ഉണ്ട്. ആ സേഫ്റ്റി ക്ലിപ്പ് വലിച്ചിട്ട് ഇട്ടാൽ മാത്രമേ റിവേഴ്സ് ഗിയർ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ്
ഗിയറുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗിയറിൻ്റെ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വണ്ടി ഒരു 15 കിലോമീറ്റർ വേഗത വരെ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, എഞ്ചിൻ കൂടുതൽ അരച്ച് നിൽക്കും, പക്ഷേ ഗിയർ പതുക്കെ കറങ്ങുന്നുണ്ട്, അത്രയും ട്രാൻസ്മിഷൻ വണ്ടിയിൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്പീഡ് റേഷ്യോയ്ക്ക് അനുസരിച്ച് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങളത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കുറച്ച് ദിവസം നിങ്ങൾ ഓടിച്ച് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പം ഇത്രയാണ് വാഹനത്തിൻ്റെ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാഹനം ഓണാക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ താക്കോലുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടിക്ക് ചിലപ്പം നമുക്ക് പുഷ് ബട്ടനാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ താക്കോലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ അതിൻ്റെ കീ ഫോബിലേക്ക് താക്കോലിടുക. താക്കോലിട്ടതിന് ശേഷം ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ഓണാക്കരുത്. 2 സ്റ്റെപ്പിലാണ് ഓണാക്കുന്നത്. ആദ്യം നമ്മൾ താക്കോലിൽ നിന്ന് തിരിച്ച് പതുക്കെ തിരിക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ഡിസ്പ്ലേയിൽ കുറച്ച് ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞ് വരും. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു ബീപ്പ് സംഭവം നമ്മൾ കേൾക്കുന്നുണ്ട്. കണ്ടോ, ഈ ബീപ്പ് സൗണ്ട് എല്ലാം നിന്നതിന് ശേഷം മാത്രമേ വീണ്ടും ക്രാങ്ക് ചെയ്യാവുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേസ് എന്ന് പറഞ്ഞ വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എല്ലാം പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷനും സെൻസറുകളിലൊക്കെയാണ് ഇതിൻ്റെ പല കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ബൂട്ട് ചെയ്ത് വരുന്ന പോലെ വണ്ടി ഒന്ന് ബൂട്ടായി വരാനുള്ളൊരു സമയമാണ്. അതാണ് നമ്മൾ താക്കോൽ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീപ്പ് സൗണ്ടിന് ശേഷം നമുക്ക് താക്കോൽ നമുക്ക് തിരിക്കാം. ഓക്കെ, ഇപ്പോൾ വാഹനം നമ്മൾ താക്കോൽ തിരിച്ച് വാഹനം ഓണാക്കിയിരിക്കുകയാണ്. അപ്പം പഠിക്കുന്നവരെ സംബന്ധിച്ചുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാൻ സൂചിപ്പിച്ച് വിട്ടുപോയി. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്രൗണ്ട്, ആദ്യമായിട്ടാണ് വാഹനം ഓടിക്കുന്നെങ്കിൽ ഒരു ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, അവിടെ ഓടിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മസ്റ്റായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. കാരണം വാഹനത്തിന് സീറ്റ് ബെൽറ്റ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം. 4 വീലർ അല്ലെങ്കിൽ നമ്മൾ കൊടി വണ്ടി ഏത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും വാഹനങ്ങളിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് നമുക്കൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ വാഹനം ആകുമ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാകും, പക്ഷേ എന്നാലും നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ പോലും ഈ സീറ്റ് ബെൽറ്റ്സ് ഉണ്ടെങ്കിൽ എയർ ബാഗ് ഒക്കെ ഡിപ്ലോയ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അപ്പോൾ നമ്മുടെ വാഹനം ഇപ്പം ഓണായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം വണ്ടി ഇപ്പം ന്യൂട്രൽ ഗിയറിലാണ്. ഇപ്പം എൻ്റെ 2 കാലും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2 കാലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം വണ്ടി ഇപ്പോൾ ഓൾറെഡി ന്യൂട്രൽ ഗിയറിലാണ് നിൽക്കുന്നത്. വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ്, ന്യൂട്രൽ ഗിയറിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ഗിയർ എൻഗേജ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം നമ്മുടെ എഞ്ചിൻ പ്രത്യേക രീതി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻഗേജ്ഡ് ആകാതെ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി മാറ്റിയാൽ മാത്രമേ എഞ്ചിൻ്റെ പവർ ടയറിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടുക. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലുള്ള ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലെഫ്റ്റ് ലെഗ് ക്ലച്ച് ചവിട്ടാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് ആക്സിലേറ്ററും നമുക്ക് ബ്രേക്കും ചവിട്ടാം. അറ്റ് എ ടൈം ഒന്നേ ചെയ്യാവുള്ളൂ. ഒന്നെങ്കിൽ ആക്സിലേറ്റർ ചവിട്ടാം, അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടാം. അപ്പോൾ ലെഫ്റ്റ് ലെഗ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അതേപോലെ റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇതൊരു വേദപാഠമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പോൾ വാഹനം ഓണായി നിൽക്കുകയാണ്. വാഹനം ഓണായി നിൽക്കുക, നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് എൻഗേജ് ചെയ്യുകയാണ്. എഞ്ചിൻ ഒരു പ്രത്യേക രീതി കറങ്ങുവാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ഇടണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. ഈ ലെഫ്റ്റ് ലെഗ് എടുത്ത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുമ്പോൾ അതിൻ്റെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ വീലിൽ നിന്ന് ഗിയർ ബോക്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്ലച്ച് പ്ലേറ്റ് എൻഗേജ് ആയി നിൽക്കുകയാണ്. അപ്പോൾ നേരെ ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ വാഹനം ഇടുകയാണ്. ഓക്കെ, ഇതാണ്ടോ, ഇപ്പം ന്യൂട്രൽ പൊസിഷൻ കിടക്കുന്ന വാഹനം ഇങ്ങോട്ട് മാറ്റി മുകളിലോട്ട് ഇടുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരിക്കും ഫുൾ ആൻഡ് ഫുൾ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത് തന്നെ നമുക്ക് ഈ സംഭവം ഫുൾ ഇവിടെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് പതുക്കെ റിലീസ് ചെയ്യുക. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് പതുക്കെ റിലീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ എടുക്കുക. എത്ര സാവധാനം എടുക്കാൻ പറ്റുന്നു അത്ര സാവധാനം എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ വീലിലേക്ക് വീണ്ടും ഇതിനെ എൻഗേജ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ കൊണ്ടുവന്ന് എൻഗേജ് ചെയ്യാൻ ടപ്പെന്ന് പറഞ്ഞ് ഇങ്ങനെ എൻഗേജ് ചെയ്ത് നിൽക്കുന്ന കാരണം എഞ്ചിൻ നമുക്ക് നോക്ക് ചെയ്യുന്നു. അതായത് നല്ല വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ വീലിലേക്ക് നമ്മൾ ഗിയറിനെ എൻഗേജ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ ഇത് ഫ്ലൈ വീൽ ഇങ്ങനെ കറങ്ങുവാണ്. നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് ടപ്പെന്ന് കൊണ്ട് വെക്കാതെ ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പതുക്കെ വേണം കൊണ്ടുവെക്കാൻ. അപ്പം നമ്മൾ ക്ലച്ച് പതുക്കെ നമ്മൾ കാല് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതുണ്ടോ, കണ്ടോ, വണ്ടി പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് നിങ്ങൾ പതുക്കെ ചെയ്ത് പഠിക്കണം. നമ്മൾ വീണ്ടും അമർത്തി കഴിഞ്ഞാൽ ഇത് വിടും. അതായത് ഈ ക്ലച്ചിൽ നിന്നും ഫ്ലൈയിൽ നിന്നും ക്ലച്ചും തമ്മിൽ ഒരു ബന്ധം വിട്ടുകൊണ്ടിരിക്കും. ഇത് തൊട്ടില്ല എന്ന് നിൽക്കുന്നതിനാണ് ഹാഫ് ക്ലച്ച് പറയുന്നത്. അത് നമ്മൾ നമ്മൾ കയറാനായിട്ട് ഹാഫ് ക്ലച്ച് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ മെല്ലെ കാലെടുക്കുകയാണ്. മെല്ലെ കാലെടുക്കുമ്പോൾ തന്നെ വേണ്ട വാഹനം നീങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, ഒറ്റ കൈക്കൊക്കെ വാഹനം ഓടിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് സ്ട്രൈറ്റ് നിൽക്കുന്നത്. അതായത് ഈ ഒരു സ്പോക്ക് താഴോട്ട് നിൽക്കുക. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടയേഴ്സ് എല്ലാം സ്ട്രൈറ്റ് ആണെന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കുക. സ്റ്റിയറിംഗ് പിടിച്ചിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് തിരിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ കൈ എടുത്ത് തന്നെയാണ് തിരിക്കേണ്ടത്. ഓക്കെ, ഇതുകൊണ്ട് വലിക്കുക, ഇതുകൊണ്ട് തള്ളുക.
ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇത് കണ്ടോ, ഈ കൈ കൊണ്ട് വലിക്കുക, ഈ കൊണ്ട് തള്ളുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം നമ്മളൊക്കെ ഓടിക്കുമ്പോഴേ ഒറ്റ കൈ കൊണ്ട് തന്നെ വേണ്ട ഇങ്ങനെ തന്നെ വാഹനം നമ്മൾ തിരിക്കുകയൊക്കെ ചെയ്യും. അത് നമുക്ക് എക്സ്പീരിയൻസ് ആയ ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പം നമ്മൾ സ്റ്റിയറിംഗ് നമ്മളിങ്ങനെ ഓടിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഓടിച്ച് കാണിക്കാം. ക്ലച്ചിൽ നിന്ന് ഞാൻ പതുക്കെ കാലെടുക്കുന്നു. എത്ര പതുക്കെ കാലെടുക്കുന്നു അത്ര സ്മൂത്തറായിട്ടായിരിക്കും ഗിയർ എൻഗേജ്ഡ് ആവുന്നത്. ഓക്കെ, ഇത് കണ്ടോ, വളരെ ഒരു ഇതിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടുക, നേരെ പുറകോട്ട് വലിച്ചിടുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗിയറിന് ഒരു നിശ്ചിത സ്പീഡ് നമ്മൾ കൈകാര്യം ചെയ്യണം. ഏത് ഗിയറിനാണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒന്നും പതുക്കെ പോകുന്നതിന് കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷേ തേർഡ് ഗിയറിലും ഫോർത്തിലും ഫിഫ്ത്തിലും ഒന്നും നമുക്ക് വണ്ടി എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് വാഹനം നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഫുള്ള് ഒരു ഷിഫ്റ്റ് പഠിച്ചു തരാം. ഇനിയിപ്പോൾ വാഹനം നമ്മൾ നിർത്തുമ്പോൾ വാഹനം ന്യൂട്രലിൽ കൊണ്ടുവരിക, ഹാൻഡ് ബ്രേക്ക് വലിക്കുക, എന്നിട്ട് നമ്മൾ ഒരു 10 സെക്കൻഡ് ശേഷം വാഹനം ഓഫ് ആക്കുകയുള്ളൂ. കാരണം ടർബോ ഒക്കെ ഉള്ള വാഹനമാണെങ്കിൽ ഇതിനൊന്നും വ്യത്യാസങ്ങളെല്ലാം തോന്നും. ടർബോ ഉള്ള വാഹനമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ടർബോ ചാർജർ ഓഫ് ആകാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സമയമൊക്കെ നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഒരു 10-15 സെക്കൻഡിന് ശേഷം മാത്രം നമ്മൾ വാഹനം ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താക്കോലിടുന്നു. താക്കോല് ഒരു സ്റ്റെപ്പിൽ ഒറ്റ അടിക്കാതെ നമ്മൾ പതുക്കെ ഹാഫ് ഓൺ ആവുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളും തെളിഞ്ഞ് വരും. അതിനുശേഷം നമ്മൾ ന്യൂട്രലിലായിരിക്കണം വണ്ടി. അതിനുശേഷം നമ്മൾ വണ്ടി ക്രാങ്ക് ചെയ്യുക. ഓക്കെ, ക്രാങ്ക് ചെയ്യുന്നു. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇങ്ങേറ്റത് മുകളിൽ ഫസ്റ്റ് ഗിയറിലേക്ക് വാഹനം ഇടുന്നു. ക്ലച്ചിൽ നമ്മൾ പതുക്കെ കാലെടുക്കുന്നു. എത്ര പതുക്കെ കാലെടുക്കുന്നു അത്രയും നല്ലതാണ്. കണ്ടോ, കാലെടുക്കുമ്പോൾ തന്നെ വാഹനം മുമ്പോട്ട് നീങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ വാഹനം ഒരു നിശ്ചിത സ്പീഡിലായി കഴിയുമ്പോഴത്തേന് ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിന് ശേഷം സെക്കൻഡ് ഗിയർ ഇടുക. അപ്പോൾ വാഹനം സെക്കൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ തേർഡ് ഗിയറിലേക്ക് ഞാൻ വാഹനം എൻഗേജ് ചെയ്തു. തേർഡ് ഗിയറിലാണ് വാഹനം നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു സ്പീഡ് വേണം കേട്ടോ. സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ തേർഡ് ഗിയറിൽ വാഹനം ഇട്ടു. ഇനി ഫോർത്ത് ഗിയറിലേക്ക് ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ഫോർത്ത് ഗിയറിലും വാഹനം ഇട്ടു. ഓക്കെ, അപ്പോൾ ഇനി ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടാനുള്ള ആക്ച്വലി സ്പീഡില്ല. പക്ഷേ ഫിഫ്ത്ത് ഗിയറിന് ഇടാനായിട്ട് നമ്മൾ മെയിൻ റോഡിൽ ഒരു 50 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെങ്കിൽ നമ്മളെ വാഹനം എൻഗേജ് ചെയ്യാവുള്ളൂ. ഇതേപോലെ നമുക്ക് ഡൗൺ ഷിഫ്റ്റുകളും ചെയ്യാം. തേർഡിൽ നിന്ന് നേരെ സെക്കൻഡിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അത് ആദ്യം ന്യൂട്രൽ പൊസിഷനിൽ വാഹനം കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇപ്പം ഞാൻ വാഹനം നിർത്തിയിട്ട് എടുക്കുകയാണ്. വീണ്ടും ഞാൻ ഗിയർ ഫസ്റ്റിൽ ഇട്ടിട്ടാണ് വാഹനം പതുക്കെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വാഹനം മൂവ് ചെയ്യുന്നത്. ക്ലച്ച് ഫുള്ളായിട്ട് നമ്മൾ എൻഗേജ് ചെയ്തതിന് ശേഷം നമ്മൾ മെല്ലെ കാലെടുക്കാവുള്ളൂ. റണ്ണിങ്ങിലാണെങ്കിലും ശരി ടക്കെന്ന് കാലെടുക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു സ്പീഡിൻ്റെ റേഷ്യോ മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചുള്ള സ്പീഡിൽ വേണം കാല് നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കേണ്ടത്. ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ വളരെ വേഗത്തിൽ കറങ്ങുന്ന ഒരു സാധനത്തിലേക്ക് വേറൊരു സാധനം കൊണ്ടുവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പം എല്ലാം ഈ ക്ലച്ചിൻ്റെ ഓപ്പറേഷൻ ഭയങ്കര ഗ്രാജുവലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കാൻ പഠിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്രൗണ്ടിലാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ റോഡിലേക്ക് പോകുന്ന ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് 18 വയസ്സായിരിക്കണം, നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് ഉണ്ടായിരിക്കണം, വണ്ടിയിൽ എൽ ബോർഡ് ഒട്ടിച്ചിരിക്കണം, അതേപോലെ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ റോഡിലേക്ക് ഓടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത ഉടനെ പിന്നെ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ വണ്ടിയുടെ 2 സൈഡിലും മിറേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നടുക്കൊരു മിററുണ്ട്. അപ്പം നമ്മൾ ഈ മിറേഴ്സിനെ നോക്കിക്കൊണ്ട് വേണം നമുക്കിനിയിപ്പം നമ്മൾ വേറെ സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ കഴുത്തിട്ട് തിരിഞ്ഞ് നോക്കുന്ന പോലെയല്ല നമ്മൾ കാർ ഓടിക്കുന്നത്. അപ്പോൾ കാർ ഓടിക്കുമ്പോൾ മിററിൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ആ മിററിനകത്ത് നോക്കുക. അതുപോലെ ഈ മിററിനകത്ത് നോക്കുക. 2 മിററിനകത്തും വാഹനങ്ങളിൽ നിന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ ആ സൈഡിലേക്ക് മാറ്റാമുള്ളൂ. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ മിററിൽ നോക്കുക. ആ മിററിൽ നോക്കുമ്പോൾ ആ സൈഡിൽ വല്ല വണ്ടി ഉണ്ടോ നോക്കുക. അതുപോലെ ഈ മിററിൽ നോക്കുക. ഇത് നമുക്ക് ബാക്ക് വശം കാണാനുള്ള മിററാണ്. ഇത്രയും നോക്കിയതിന് ശേഷം വാഹനം ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഇൻഡിക്കേറ്റർ ഇട്ട് ഇതിന് ശേഷം മാത്രം തിരിയുക. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബേസിക്കലി ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഒരു ധൈര്യത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്, നമ്മുടെ താല്പര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ പെട്ടെന്ന് ചെറുപ്പക്കാർ പിള്ളേരാണ് പെട്ടെന്ന് പിക്കപ്പ്. അപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇച്ചിരി ഒരു ടെൻഷൻ ആയിരിക്കും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം ഓടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ ഈ ചെറുപ്പം പോലെ ഈ ബസ്സിലൊക്കെ ഡ്രൈവർമാരെ ഗിയർ മാറ്റുന്നതും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതേപോലെ തിയറിറ്റിക്കലായിട്ടുള്ള ഒരു നോളജ് കൊണ്ട് ഒരു ധൈര്യം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം
നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മളെ വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നവരെ ഗ്രൗണ്ടിൽ തന്നെ ഓടിച്ച് പഠിക്കുക. സ്റ്റിയറിംഗ് ബാലൻസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ഓടിക്കാതെ ഒരിക്കലും കിട്ടത്തില്ല. നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസിന് ശേഷം ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡിലും ഇട്ട് മാത്രമേ ഒരു ഗ്രൗണ്ടിലിട്ട് ഓടിച്ച് പഠിക്കുക. അതിന് ശേഷം ഫോർത്തും ഫിഫ്ത്തും ഒക്കെ നമുക്ക് പഠിക്കാണ്ട് പറ്റും. നമ്മൾ അതുപോലെ തന്നെ ഒരു നമ്മൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരാളെ എപ്പോഴും നമ്മൾ കൊണ്ടുവരിക. പിന്നെ കയറ്റം വരുമ്പോഴാണ് എല്ലാവർക്കും പേടിയെന്ന് പറയുന്നത്. കയറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു മെക്കാനിസം. എഞ്ചിൻ ഓൺ ആകുന്നു, എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ നമ്മളൊരു ഗിയർ ബോക്സിൽ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യാനുസരണം അത് ടയറുകളിലേക്ക് മാറ്റുന്നു. അത് മാറ്റാനായിട്ട് ക്ലച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ ക്ലച്ച് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മാനുവൽ കാർ ഓടിക്കുക. മാനുവൽ കാർ ഓടിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കുക. അപ്പം ഈ കാർ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നവർക്ക് ഓട്ടോമാറ്റിക് കാർ നിങ്ങൾ ഇതുവരെ ഓടിച്ചിട്ടില്ലെങ്കിൽ അത് കാണുന്ന ഒരു ട്യൂട്ടോറിയൽ ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഈ ഐ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അല്ല പറഞ്ഞത്. എന്ന് വെച്ചാൽ ടെക്നിക്കലി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടല്ല പറഞ്ഞത്. സിമ്പിളായിട്ടൊരു വാഹനം ഓടിച്ച് ഏത് പ്രായക്കാർക്കും ഏത് തരക്കാർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് അത് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസിന് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലേക്ക് സെഷനിലേക്ക് വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.